ക്നാനായ സമുദായ അസോസിയേഷൻ ചേർന്നത് വലിയ സംഭവമാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. മല പോലെ വന്നത് ഒടുവിൽ എലി പോലെയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നേരത്തെ, അതായത് അസോസിയേഷൻ കൂടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അവരുടെ നിലപാട്, അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് അസോസിയേഷനിൽ ചെയ്തത്. അസോസിയേഷനിൽ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നത് കാണും. ഇപ്പോൾ നമ്മുടെ രാമമംഗലത്ത് നിന്ന് വന്നതായ സിജോ അച്ഛനാണ് എന്നെ കാണാൻ വന്നത്. അച്ഛന് വന്ന് പറയുകയായിരുന്നു, അച്ഛന് നമ്മുടെ വടക്കുള്ളതായ ഒരു പള്ളിയാണല്ലോ, അച്ഛൻ്റെ സഹപ്രവർത്തകരൊക്കെ ഈ യാക്കോബായ സഭയിൽപ്പെട്ടതായ പട്ടക്കാരാണ്. അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞത് ഈ അസോസിയേഷനിൽ ഒന്ന് പറയണം, അവരൊക്കെ അച്ഛനെ കളിയാക്കുകയാണ്, നമ്മൾ ക്നാനായക്കാർ ഓർത്തഡോക്സ് സഭയിലേക്ക് പോവുകയാണെന്നുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛ, ക്നാനായ രക്തമുള്ള ഒരുത്തൻ പോലും ഓർത്തഡോക്സിൽ പോകത്തില്ല. ഞങ്ങൾ എന്നും അന്ത്യോക്യയുടെ ആ ആത്മീയ നേതൃത്വത്തിൽ തന്നെ നിൽക്കും, ക്നാനായ സമുദായത്തിൻ്റെ ഉൾഭരണത്തോടു കൂടി. അതുകൊണ്ട് അച്ഛൻ അത് അവിടെ തന്നെ പറയണമെന്നുള്ള കാര്യം വളരെ വിനയത്തോടെ അറിയിക്കുന്നു. കണ്ടല്ലോ, പിന്നെ എവിടെയാണ് പ്രശ്നം? മാധ്യമങ്ങൾ ഓരോന്ന് പടച്ചു വിട്ടു. ഇല്ലാത്തതും ഉള്ളതും പൊടിപ്പും തൊങ്ങലും ചേർത്ത് പൂരം നടത്തി. വല്ല കാര്യവുമുണ്ടോ? ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയായി. അന്ത്യോക്യ അടിമബന്ധനം വേർപെടുത്തുന്നില്ലെന്ന് തന്നെയാണ് അവരുടെ പ്രഖ്യാപനം. മുൻപും ഇപ്പോഴും പാത്രിയാർക്കീസ് തന്നെയാണ് അവരുടെ ഗുരു, അവരുടെ പിതാവ്. പിന്നെ സ്വന്തം വീട്ടിലെ ഒരു വഴക്കായി മാത്രം കണ്ടാൽ മതി ഈ സസ്പെൻഷനൊക്കെ. അപ്പൻ പറഞ്ഞത് മകൻ കേൾക്കാതെ വന്നപ്പോൾ അപ്പൻ ഒന്ന് ശാസിച്ചു, അത്രയുള്ളൂ. സെവേറിയോസ് തിരുമേനിയെ സമുദായത്തിൽ നിന്നും പുറത്താക്കിയതൊന്നുമല്ല. പറഞ്ഞാൽ കേൾക്കാത്ത മകനെ അപ്പൻ എന്തു ചെയ്യും? അതെ, ഇവിടെയും അത്രേ ചെയ്തുള്ളൂ. താൽക്കാലികമായി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി, അത്ര തന്നെ. അതിനുള്ള അധികാരം അപ്പനുണ്ട്. ആ അധികാരമുള്ളിടത്തോളം പാത്രിയാർക്കീസ് ബാവയ്ക്ക് കൽപ്പിക്കാം. പക്ഷേ ആ കുടുംബത്തിലെ മറ്റുള്ളവർ അപ്പനോട് പറയുന്നു, അപ്പാ ചെയ്തത് ശരിയല്ല, സസ്പെൻഷൻ പിൻവലിക്കണം. അപ്പൻ തന്നെയാണ് ഇപ്പോഴും നാളെയും ഞങ്ങളുടെ അപ്പൻ. ഇതല്ലേ നടന്നത്? മാത്രമല്ല, അപ്പൻ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സെവേറിയോസ് തിരുമേനിയെ കൂടെ നിർത്തുകയും പഴയതുപോലെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. വീട്ടിലുള്ള മറ്റുള്ളവരിൽ ഭൂരിപക്ഷം പേരും പറഞ്ഞപ്പോൾ അപ്പൻ അത് ചിന്തിക്കും, തെറ്റാണെങ്കിൽ തിരുത്തും. അതേ അവരും ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് പകരം എന്തൊക്കെയാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചീട്ട് കൊട്ടാരം കെട്ടിപ്പൊക്കുന്നത് പോലെ കെട്ടിപ്പൊക്കിയത്? പാത്രിയാർക്കീസ് ബാവയെ പുറത്താക്കും, ബന്ധം വിച്ഛേദിക്കും, തേങ്ങാക്കുല. ഇതൊന്നും കണ്ടോണ്ടാടണ്ട കണ്ണൻ ചേമ്പേ എന്ന് പറയുന്നത് പോലെയാണ് സമുദായത്തിലെ സഹായ മെത്രാന്മാർ പറയുന്നത്. അവരെ അപ്പൻ ചേർത്ത് നിർത്തിയേക്കുക, അവരെ അപ്പൻ സംരക്ഷിക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മാത്രം പുറത്തുവിടണം. ക്നാനായ സമുദായത്തെ ഭീകരന്മാരാക്കി സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കരുത്. സമുദായത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പാടില്ല.